കുറച്ചധികം ദിവസമല്ലേ നമ്മളൊരു വാട്ട ഈറ്റിനിടെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല പത്തിരിയായിരുന്നു. പത്തിരിക്ക് നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ നോൺ വെജിനോട് ഒരല്പം ഉടക്കായതുകൊണ്ട് എനിക്കിത് നല്ല സ്പെഷ്യൽ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളൊരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ, അത് തന്നെ നമ്മുടെ ചേനപ്പൂവ്. അപ്പോൾ ഇത് പൊട്ടിച്ച സമയത്ത് ഞാനവിടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇക്കാടെ ഉമ്മ കറി കഴിച്ചതിന് ശേഷം എനിക്ക് കൊടുത്തയച്ചാണ് കേട്ടോ. നമ്മളെ ഓർത്ത് ഇങ്ങനെ സ്നേഹം വിളമ്പാൻ ഒരാളുണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ലൈഫിലൊരു ലക്ക് തന്നെയാണല്ലേ. പിന്നെ ഉമ്മ നല്ല അരിയുണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാഷ്നട്ടും എള്ളും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം മധുരങ്ങളാണ് കേട്ടോ കഴിച്ചു നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മൾബറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കറുപ്പ് തന്നെ നോക്കിയെടുത്ത് കുറച്ചധികം കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറും രാവിലത്തെ അതേ ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറിക്ക് ഞാൻ പകരം ഇതേ ചേനപ്പൂവിൻ്റെ കറി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മയുടെ നല്ല ഉലുവ മാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ ഒരു ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വരച്ചെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ചക്കയുടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചക്ക വരട്ടി ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ്, അരിപ്പൊടിയല്ല ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചക്കയുടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇലയിൽ പരത്തി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും ഏലക്കായും ഒക്കെ പാട് ചേർത്തെടുത്തിട്ടാണ് ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചക്ക വരട്ടിയുടെ റെസിപ്പി കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കൂ കേട്ടോ. നിങ്ങൾക്കും ഇത് വളരെ ഉപയോഗപ്പെടുവേ.